ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഈ 100% ഉറപ്പെന്ന് പറയുന്നത് ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന പാക്കും ജെല്ലും ഒക്കെയാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ശരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ ഈ സാധാരണ പറയുന്ന പോലെ എണ്ണയുടെ പരസ്യം മറിച്ചിലല്ല കേട്ടോ ഇത് 10 പൈസ പോലും നിങ്ങൾക്ക് ചിലവില്ലാത്ത തരത്തിലുള്ള ചെടികളുണ്ട് നമുക്ക് ചുറ്റും. ആ ചെടികൾ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു, വളരെ സന്തോഷമായിട്ട്. നിങ്ങൾക്ക് കിട്ടും, ഓരോരുത്തർക്കും കിട്ടും. ഒരാൾക്ക് പോലെ റിസൾട്ട് കിട്ടാതിരിക്കില്ല, എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലായി തുടങ്ങും. അപ്പോൾ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അതിൻ്റെതായ റിസൾട്ട് കിട്ടും. ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും, ഉറപ്പാണത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഷാമ്പു ഉപയോഗിക്കരുത്, സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. ഇത് രണ്ടും നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം വരും. ഞാൻ പറഞ്ഞല്ലോ, ഷാമ്പൂവിലൊക്കെ കെമിക്കൽ ഉണ്ടാവും. അപ്പം നമ്മൾ മുടിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഷാമ്പു ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ നഷ്ടപ്പെടും, മുടി വളരാനുള്ള പ്രവണത ഇല്ലാതാവും, ഫോളിക്കിൾസ് ഓപ്പൺ ആവില്ല, അത് തടസ്സപ്പെടുത്തി നിൽക്കും, പിന്നെ താരനുണ്ടാവും ഈ കെമിക്കൽ കൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴത്തേക്കും നമ്മുടെ 1ാം ഘട്ടം പൂർത്തിയാവും കേട്ടോ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ മുടി കൊഴിച്ചിൽ മാറണം എന്ന് ഉദ്ദേശിക്കുന്നവർ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ സോപ്പ് ഉപയോഗിക്കരുത്, ഷാമ്പു ഉപയോഗിക്കരുത്. അത് തന്നെ ആദ്യം ചെയ്യാം. ഇനി രണ്ടാമത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വൈകുന്നേരങ്ങളിൽ മുടി നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യാം, മുടി പിന്നിയിട്ട് കെട്ടിവെക്കും രാത്രിയിൽ. ഈ വൈകുന്നേരങ്ങളിൽ നമ്മൾ മുടി പിന്നിടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ജെല്ലോ അതല്ലെങ്കിൽ എണ്ണയോ തൊട്ടുകൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എണ്ണ കാച്ചാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെങ്കിൽ നീലകുറിങ്ങാതി എണ്ണ അല്ലെങ്കിൽ നീലകുറിങ്ങാതി വെളിച്ചെണ്ണ, രണ്ടും നല്ലതാണ്. അതും അല്ലാത്തവർ വേണമെങ്കിൽ എള്ളെണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തേക്കാം കേട്ടോ. തൊട്ടുവെടുത്താനേ പാടുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ തൊട്ടുവെടുത്തിട്ട് മുടി പിന്നിയിട്ട് കിടക്കുക. പിന്നിടുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അന്ന് എത്ര മുടി ഊരിപ്പോയി എന്ന് എണ്ണി നോക്കുക, മനസ്സിൽ കുറിക്കുക. അന്ന് വൈകുന്നേരം നമ്മൾ മുടി ഇതുപോലെ പിന്നിയിട്ട് കെട്ടിയിട്ട് പിറ്റേ ദിവസം നമ്മൾ മുടി അഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കൂ. ആദ്യത്തെ ദിവസത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, അതിലും എണ്ണം വളരെ കുറവായിരിക്കും പിറ്റേ ദിവസം. നമ്മൾ മുടി പിന്നിയിട്ട് വേണ്ട പോലെ ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കും മാറ്റം നമുക്ക് അറിയാൻ പറ്റും. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ. മൂന്നാമതായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുടിക്ക് ഒരിക്കലും ഡ്രൈനെസ് ആക്കാൻ പാടില്ല. മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക, മുടിക്ക് എപ്പോഴും ഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വിശദീകരിച്ച് മിക്ക വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുടി എങ്ങനെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാം, മുടി എങ്ങനെ സിൽക്കി ആവാം, മുടി എങ്ങനെ നമുക്ക് ജടയൊന്നുമില്ലാതെ കൊണ്ട് നടക്കാം, മുടി എങ്ങനെ ബ്ലാക്ക് ആക്കാം, ഇങ്ങനെ ഓരോന്നും എങ്ങനെ മുടിയുടെ ഓരോ ടെക്സ്ചറിലും എങ്ങനെ മാറ്റം വരുത്താം എന്നതിനെ കുറിച്ച് ഓരോ തരത്തിലുള്ള പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ശരിക്കും റിയോജി പറഞ്ഞ പോലെ നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് ഇതുപോലെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. എപ്പോഴും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കാം മുടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ പറഞ്ഞാൽ ഒരു വ്യത്യാസം വേണ്ട, ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് നമ്മുടെ മുടി യാതൊരു തരത്തിലും നഷ്ടപ്പെടാതെ നമുക്ക് എപ്പോഴും മുടി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ മുടി വളർത്താൻ സാധിക്കും. പിന്നെ ഈ മുടി മദ്രാസിൽ താമസിക്കുന്നു ജയലക്ഷ്മി മോള് അല്ലേ, ചെന്നൈയിലാണ്, പിന്നെ ഹോസ്റ്റലിലാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ഉലുവ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തിടാൻ പറയാം. പിറ്റേ ദിവസം രാവിലെ അത് ഞരടി പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം തേച്ച് കുളിക്കാൻ പറയാം. ഇനി സമയം കിട്ടുവാണെങ്കിൽ, അതുപോലെ ജലദോഷം കാര്യങ്ങളൊന്നുമില്ല, നീർപ്പിടുത്തമൊന്നുമില്ലെങ്കിൽ, ഇത് അല്പസമയം അതിൻ്റെ വെള്ളം എടുത്തിട്ട് അല്പസമയം തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാൻ നേരത്ത് വാഷ് ചെയ്ത് കളഞ്ഞോട്ടെ. അത്
അതുപോലെ ഇങ്ങനെ താമസിക്കുമ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടത്, കുറച്ച് ഉലുവ ഒരു പാക്കറ്റിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഡപ്പയിലോട്ട് സൂക്ഷിക്കുക. അതുപോലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി, ഇരട്ടിമധുരം, ഈ ആയുർവേദ പൊടികൾ കുറച്ച് വേറെ വേറെ ഡപ്പയിലാക്കി അതും നമ്മൾ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സമയം കിട്ടുമ്പോൾ രാവിലെ ഒരു അല്പം 1-2 സ്പൂൺ നെല്ലിക്കപ്പൊടി എടുത്തിട്ട് നമ്മൾ വെറും വെള്ളത്തിൽ കലക്കി തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കും. ഒരു 10-15 മിനിറ്റ് മതി. അരമണിക്കൂർ 1 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാൻ പറയുന്നില്ല. എന്നിട്ട് നമ്മളത് ഇത് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ രാവിലെ നമ്മൾ ബ്രഷ് ചെയ്ത് പല്ലൊക്കെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അത് കഴിഞ്ഞ് കുളിക്കാൻ നേരത്ത് നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഉലുവ വെള്ളത്തിലിട്ട് തേക്കുന്നത് ഒരു ആഴ്ചയിൽ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം ഇടുന്ന ഉലുവ നിങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഉപയോഗിക്കാം. സെയിം ഉലുവ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അത് കഴിഞ്ഞ് അത് കളഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ഒരു സ്പൂൺ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് 2 ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെയിം ഉലുവ തന്നെ. ഇനി അങ്ങനെയല്ല, ജെല്ല് വേണമെന്നുള്ളവർ ഒരു സ്പൂൺ വെള്ളത്തിലിട്ടിട്ട് ഉലുവ വെള്ളത്തിലിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞരടി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ജെല്ല് പരുവത്തിൽ വരും. അപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് അതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ കുറച്ചും കൂടി നല്ല ജെൽ പരുവത്തിൽ കിട്ടുമ്പോൾ നമ്മൾ മുടിയിലെ തലോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് സമയം കിട്ടുവാണെങ്കിൽ ഒരു 15-20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുക കേട്ടോ. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും മുടി നല്ല സിൽക്കി ഹെയർ ആയിരിക്കും. ഷാമ്പു ഇട്ട പോലെ നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പൊ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അവിടെയൊക്കെ ചെന്നൈയിലൊക്കെ ചൂടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഉലുവ അതുപോലെ നെല്ലിക്കപ്പൊടി ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക. ഇത്തിരി വെള്ളം കലക്കി തലോട്ടിലും തേച്ച് പിടിപ്പിക്കാം, തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വാഷ് ചെയ്താൽ വേഗം പൊക്കോളൂ കേട്ടോ. നെല്ലിക്കപ്പൊടിയിൽ അധികം തകിട് അങ്ങനെ തരിതരി പോലെയൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കത് വേഗം വാഷ് ചെയ്ത് കളയാവുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ പറഞ്ഞ പോലെയുള്ള പൊടികൾ കൊണ്ടുപോവുക, രാവിലത്തെ നേരം നമുക്ക് ചെയ്യാം കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ തൊട്ടുപിടുത്ത എണ്ണ. പിന്നെ നമ്മൾ ഈ മുടി ഊരിപ്പോകുമെന്ന് സങ്കടപ്പെടുന്നവര് ഒരു കാര്യം ചിന്തിക്കുക. ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മുടിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റൂല അല്ലേ. സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ മുടി എന്തൊക്കെ ചോദിച്ചേനെ, മുടി ചോദിച്ചേനെ എന്നെ ശ്രദ്ധിക്കാറുണ്ടോ, എനിക്ക് വേണ്ടി എത്ര സമയം കളയാറുണ്ട്, എന്നെ എപ്പോഴും വിടുത്തി ജടയൊക്കെ കളയാറുണ്ടോ, എന്റെ മുടി വരണ്ടിരിക്കണ കണ്ടില്ലേ, അത് ഹൈഡ്രേറ്റ് ആക്കാൻ നിങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മുടി നമ്മളോട് ചോദിച്ചേനെ. ഇപ്പൊ മുടിക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യാം, മുടിക്ക് വേണ്ടി നമ്മൾ തന്നെ ചിന്തിക്കാം. മുടി ഊരിപ്പോണു എന്നുള്ളവരെ വിഷമിക്കുന്നതിന് പകരം തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ മുടി ഇങ്ങനെ ഊരിപ്പോകുന്നുണ്ടല്ലോ. ശരിക്കും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ എൻ്റെ മുടിക്ക് എത്ര സമയം കളയുന്നുണ്ട്, ഒരു ദിവസം നിങ്ങൾ മുടിക്ക് വേണ്ടി എത്ര സമയം മാറ്റി വെക്കുന്നുണ്ടെന്ന് അത് തന്നെ ആദ്യമായിട്ട് നോക്കാം അല്ലെ. മുടി വിടുത്താനായിട്ട് എത്ര സമയം മാറ്റുന്നുണ്ട്, മുടിയുടെ ഈ ഡ്രൈനെസ് മാറ്റാനായിട്ട് ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, മുടിയുടെ ഈ ഫ്രീസി ഹെയർ മാറ്റാനായിട്ട്, അതായത് കട്ട പിടിച്ചുള്ള ജട മാറ്റാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ, മുടി എന്ന് ഞാൻ വിടുത്താറുണ്ടോ, ഈ മുടിയിലെ അഴുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കളയാറുണ്ടോ, മുടി ബ്ലാക്ക് ആക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ ചിന്തിച്ചു, നമ്മൾ മുടിക്ക് വേണ്ടി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. മനസ്സിലായോ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത്ര സമയം കളയുന്നുണ്ട്, നമ്മൾ മുടിക്ക് വേണ്ടി ചെലവഴിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരിയാണല്ലോ, ഞാൻ മുടി ഊരിപ്പോണു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ മുടിക്ക് വേണ്ടി എത്രയൊക്കെ സമയം കളയുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ. അപ്പൊ അത് നമ്മൾ ചിന്തിക്കാം കേട്ടോ. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് മുടി ഊരിപ്പോക്ക് നിൽക്കും. ഊരിപ്പോയ മുടിക്ക് പകരം പിന്നെയും മുടി വളർന്നുകൊണ്ടിരിക്കും. മുടി പൊക്കോട്ടെ വന്നോട്ടെ
കേട്ടോ. പോണ അനുസരിച്ച് മുടി വന്നുകൊണ്ടിരിക്കുക, ആരും വിഷമിക്കണ്ട കേട്ടോ. പിന്നെ വെറും ഇതേ ഒരു കാരണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും മുടി ഊരിപ്പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഡെയിലി നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് 100 മുതൽ 120 മുടി വരെ ഊരിപ്പോവാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഒന്ന് എണ്ണി നോക്കും മുടി എത്ര ഊരിപ്പോകുന്നുണ്ടെന്ന്. 100-ലൊക്കെ താഴെയാണെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, 100 120 വരെ നമുക്ക് ഊരിപ്പോവാം. പക്ഷേ പോകുന്ന അനുസരിച്ച് നമുക്ക് മുടി വളർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ജെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഓപ്പൺ ഫോളിക്കിൾസ് ഓപ്പൺ ആവണം. ഓപ്പൺ ആയാലേ അതിൽ നിന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ ചില സമയം ഇങ്ങനെ ശ്രദ്ധിക്കാതെ കട്ട പിണിഞ്ഞ് അതുപോലെ ഷാമ്പൂ സോപ്പൊക്കെ തേക്കുമ്പോൾ കെമിക്കൽ കൊണ്ട് നമ്മുടെ ഈ ഫോളിക്കിൾസ് ഒക്കെ അടഞ്ഞു പോകും. അപ്പം നമുക്ക് അതിൽ നിന്ന് മുടി വളരാതിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മുടിക്ക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കി എന്താണോ സാഹചര്യം അത് അനുവദിച്ചു കൊടുക്കുക. ഞാൻ പറയാറുണ്ടല്ലോ, ഒരു കുറ്റിക്കാടാണ്, അതിലൂടെ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം ആ റൂട്ട് ക്ലിയർ ചെയ്യും അല്ലേ. അവിടെയുള്ള ചെടികളെല്ലാം മാറ്റി വഴി നന്നാക്കും. അതുപോലെ മുടി വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ റൂട്ട് ക്ലിയർ ചെയ്യുക. അപ്പം ചിലപ്പോൾ ചില സമയത്ത് താരനൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആവില്ല, ഫോളിക്കിൾസ് എല്ലാം അടഞ്ഞിരിക്കും. അപ്പം നമ്മൾ ഫോളിക്കിൾസ് ഓപ്പൺ ആവാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയാലും നമുക്ക് പെട്ടെന്നുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, ഇതിന് ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പല തരം മെത്തേഡുകൾ, ജെല്ലായിട്ടും ഹെയർ മാസ്ക് ആയിട്ടും പാക്കായിട്ടും ഓയിലായിട്ടും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ ഓരോ വീഡിയോ എടുത്ത് നോക്കാം. നിങ്ങൾ പൈസയൊന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്പം നമുക്ക് വേണമെങ്കിൽ, ഇതിന് ഒരുപാടൊന്നും പൈസ വേണ്ടല്ലോ. ഈ ആയുർവേദ പൊടിക്ക് അധികം പൈസയൊന്നും ഇല്ലാതെ നമുക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വില കൊടുപ്പുള്ള ഷാമ്പൂ ഒക്കെ തേച്ചിട്ട് മുടി എല്ലാവർക്കും നഷ്ടപ്പെടുന്നുണ്ട്, പൊട്ടിപ്പോകുന്നുണ്ട്. നേച്ചുറലായിട്ടുള്ള ഓയിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പം മുടിയുടെ ഗ്രോത്തിനെ ബാധിക്കും കേട്ടോ. മുടി ഡ്രൈനെസ് ആവും, ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. മുടിയുടെ കളറ് പോകും. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഹീറ്റ് കൊടുക്കാതിരിക്കുക. മുടി സാധാരണ രീതിയിൽ ഉണങ്ങിക്കോട്ടെ. നമ്മൾ ചൂട് കൊടുത്ത് പിന്നെ മുടി ഉണക്കാൻ നിൽക്കുമ്പോൾ അത് നമുക്ക് മുടി കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും മുടിയെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യാതെ കംപ്ലീറ്റ് ആയുർവേദം യാതൊരു തരത്തിലുള്ള കെമിക്കൽ ഉപയോഗിക്കാതെ കംപ്ലീറ്റ് ആയുർവേദം ഉപയോഗിച്ചോളൂ. ആയുർവേദം എന്ന് പറഞ്ഞാൽ ഈ ആയുർവേദ ചെടികൾ. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ചെടികളോ കാര്യങ്ങളോ ഒന്നും, അറ്റ്ലീസ്റ്റ് ചെമ്പരത്തി പോലും കിട്ടാൻ വഴി ഉണ്ടാവില്ല കേട്ടോ. ചെമ്പരത്തിയുടെ പൗഡറായിട്ട് ചിലപ്പോൾ കിട്ടുമോ നോക്കൂ കേട്ടോ. ചെമ്പരത്തി പൊടി കിട്ടും, ചെമ്പരത്തി ഇലയുടെ പൊടി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് വീക്കെൻഡിൽ ചെമ്പരത്തി ആ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി തേച്ചാൽ ചെമ്പരത്തിയുടെ. അതുപോലെ നിങ്ങൾക്ക് പാക്കറ്റായിട്ട് കിട്ടും, ഈ മുടി വൃത്തിയാക്കാനുള്ള താളി കിട്ടും പാക്കറ്റായിട്ട്, ചിവിക്കപ്പൊടി പോലത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഷിക്കാക്കായ് പോലത്തേക്ക്, അപ്പോൾ നമുക്ക് അത് വാങ്ങിച്ചിട്ട് മുടി കഴുകാം. പിന്നെ നെല്ലിക്കപ്പൊടി ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ അഴുക്കൊക്കെ പോകും. ഞാൻ ഒരിക്കലും ഒരു ഷാമ്പൂ സോപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. കുട്ടിക്കാലത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പിന്നീട് നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി. നഷ്ടപ്പെടുന്നതും ഡ്രൈനെസ് ആവുന്നതും മുടിയുടെ കളർ പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലായി. പൊട്ടിപ്പോവും മുടി. അതുപോലെ സ്പ്ലിറ്റ് വരും, എന്തെങ്കിലുമൊക്കെ വിണ്ട് കയറി വരാം. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലായി. അതേസമയം നമ്മൾ അതുപോലെ തലവേദന ഉണ്ടാവും കേട്ടോ, ഷാമ്പൂ ഒക്കെ നമ്മൾ തേക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെയുള്ള ഈ ആയുർവേദ സംഭവങ്ങളൊക്കെ തേക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പും ഉണ്ടാവും മുടിക്ക് കേട്ടോ. തലവേദനയൊന്നും ഉണ്ടാവില്ല, ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് തലയ്ക്ക് ചൂടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും, ബ്ലഡ് ചൂടാവും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന സ്ഥലം ഉണ്ടാവും, അവിടെ പോയിട്ട് ഫ്രഷ് ജ്യൂസ് ഇടയ്ക്ക് കുടിക്കാം കേട്ടോ. നമുക്ക് ഹോസ്റ്റലിലൊന്നും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ അതുപോലെയൊക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പം എപ്പോഴും ചിന്തിക്കേണ്ടത്, മുടി ഊരിപ്പോണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുവാണെങ്കിൽ നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടത് മുടിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ, ഞാൻ മുടിക്ക് വേണ്ടി സമയം ചെലവഴിക്കാറുണ്ടോ, എന്നെ പോലെ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മറുപടി കിട്ടും കേട്ടോ. അപ്പൊ അതേപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി.
നമ്മൾ നമ്മളുടെ ഫേസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ ഡെഡിക്കേറ്റഡ് ആകുക. നമ്മൾ ഒരു കുറച്ച് സമയം നമ്മൾ മുടിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. മുടി പിന്നിട്ട് കിടക്കുക. ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. നമുക്കതിന് വീണ്ടും വീണ്ടും നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ പോയവർക്കൊക്കെ എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട. പിന്നെ അതുപോലെ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവര് ഇപ്പൊ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, കടകളിൽ കറ്റാർവാഴ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കറ്റാർവാഴ മേടിച്ച് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കൊണ്ടുപോയിട്ട് ഹോസ്റ്റലിൽ ചെന്നിട്ട് തുറന്നു വെക്കാം. തുറന്നു വെച്ച് കഴിഞ്ഞാൽ അല്പം വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. മുക്കെ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ ചീഞ്ഞു പോകും. അല്പം വെള്ളത്തിൽ ഇറക്കി വെക്കാം. എന്നിട്ട് അത് പീസാക്കിയിട്ട് തലമുടിയിലും തലോട്ടിലൊക്കെ തേക്കുക. അതിനധികം സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് പീസാക്കി അതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ എടുക്കുക. നമ്മൾ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നമുക്കത് തലോടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഒന്ന് വായിക്കും ചെയ്യാം, നമുക്ക് ഇങ്ങനെ അപ്ലൈയും ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ട് കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി പൊക്കോട്ടെ പോണനുസരിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുന്നവർക്കുണ്ടല്ലോ, ഇതുപോലെ മുടിക്ക് വേണ്ടി ശ്രദ്ധിക്കണവർക്ക് മുടി ഊരിപ്പൊക്കെ ഒരു പ്രശ്നമാവില്ല, സങ്കടം ഉണ്ടാവില്ല. കാരണം മുടി വളർന്നുകൊണ്ടേയിരിക്കുന്ന ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു ബോധം ഉണ്ടാവും അല്ലേ. അപ്പം മുടിക്ക് എപ്പോഴും ജീവനുണ്ട്, സംസാരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ അല്ലേ, ജീവനുണ്ട്. അപ്പൊ നമ്മൾ അതിന് കൊടുത്താൽ തിരിച്ചത് നമുക്ക് തരും. മുടി വളർച്ചയായിട്ടും ഭംഗിയായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു ജീവനുള്ള വസ്തുവായിട്ട് തന്നെ കണക്കാക്കാം. നമ്മൾ സ്നേഹിക്കാം. മുടിയെ സ്നേഹിക്കുമ്പോൾ മുടി തിരിച്ച് സ്നേഹിക്കും കേട്ടോ. മുടി എപ്പോഴും നമ്മളെ വിടുത്ത ബഹുമാനം പൂർവ്വം നമ്മൾ പറയില്ലേ, ആ രീതിയിൽ മുടി പ്രാഗിക്കൊണ്ട് ചിലരശോ എന്തൊരു മുടി, എന്തൊരു കഷ്ടം, വിടുത്താം, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ സ്നേഹത്തോടു കൂടി തലോളിച്ച് വളർത്തിക്കോളൂ. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും, ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. സോപ്പ് ഷാമ്പു ഉപയോഗിക്കരുത്. അതുപോലെ എണ്ണ തൊട്ട് വിടുത്താം, വൈകുന്നേരങ്ങളിൽ വിടുത്താം, പിന്നെ പിന്നിട്ട് കെട്ടിക്കിടക്കാം. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ. വെള്ളം കുടി കുറഞ്ഞാൽ നമുക്ക് ചൂട് കൂടും, ബ്ലഡ് അല്ലേ ഹീറ്റാവും. അപ്പം നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ട് വരും, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരും, തലവേദന വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കാം കേട്ടോ. പിന്നെ പച്ചക്കറികൾ കിട്ടുവാണെങ്കിൽ അത് കഴിക്കാം. ഇപ്പൊ നമുക്ക് വെള്ളരിക്കയൊക്കെ വാങ്ങിക്കാമല്ലോ, കുഞ്ഞു കുഞ്ഞ് കുക്കുംബർ പോലെയുള്ള സാധനത്ത് നമുക്ക് റൂമിലിരുന്നാലും നമുക്ക് മുറിച്ച് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. റൂമിലിരിക്കുമ്പോഴും നമുക്ക് അലവബിൾ ആണെങ്കിൽ നമുക്ക് അത് പുറത്തുനിന്ന് വാങ്ങിക്കാമല്ലോ. വാങ്ങിച്ചിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് ഡെയിലി കഴിക്കണം നല്ലതാണ് കുക്കുംബറൊക്കെ. അപ്പൊ അതാകുമ്പോൾ വെള്ളം ഉണ്ടാവും ശരീരത്തിൽ, നമുക്ക് ജലാംശം ഉണ്ടാവും. അത് മുടിക്കും നല്ലതാണ്. മുടി നമ്മുടെ ഉള്ളിൽ ജലം വറ്റി കഴിഞ്ഞാൽ നമുക്കത് മുടിയും ബാധിക്കും. അങ്ങനെ നമുക്ക് പിന്നെ അതുപോലെ ടെൻഷനൊക്കെ വരുമ്പോൾ ചൂടാവുമ്പോൾ ഒക്കെ നമുക്ക് താരനൊക്കെ വരും, കുരുക്കൾ വരും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളതൊക്കെ ശ്രദ്ധിക്കാം. വിറ്റാമിൻ കുറവുള്ളവർ അത് ശ്രദ്ധിക്കാം. അപ്പം ഇനി ഒരു കാരണമില്ലാണ്ട് മുടി കൊഴിച്ചിലാണെങ്കിൽ പൊക്കോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിൽ പോകാനുള്ളത് പോകും, വരാനുള്ളത് വരും, നമ്മൾ ശ്രദ്ധിച്ചാൽ കേട്ടോ. ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു തരാനൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ഇതുപോലെ മുടി വളരുന്നില്ല എന്നൊക്കെ ഉള്ളവർ വിഷമിക്കണ്ട കേട്ടോ. പിന്നെ അറ്റം കുറഞ്ഞു പോണതല്ല, പുതിയ മുടി വരുമ്പോൾ അതിന്റെ അറ്റം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. ഉള്ള മുടി കുറച്ച് മുടിയിലേ ഉണ്ടാവുള്ളൂ, മറ്റത് നീട്ടം വെച്ച് വരണ്ടേ. അധികം നമുക്ക് തിക്നെസ് ഇല്ലാണ്ട തോന്നും. തിക്നെസ് ഉണ്ടാവാനായിട്ടുള്ള ചില ആയുർവേദ പൊടികൾ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ മാസ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരിക്കലും ദുഃഖിക്കരുത് കേട്ടോ. മുടി കൊഴിയണമെന്ന് ദുഃഖിക്കരുത്. എനിക്ക് എപ്പോഴും നിർബന്ധമുണ്ട്, നമ്മളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത ആരും മുടി കൊഴിഞ്ഞു പോയി എന്ന് വിഷമിക്കേണ്ട. പോയ മുടി പൊക്കോട്ടെ. പകരം നമ്മൾ ഈ ജെല്ലും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോയതിന് പകരം നമുക്ക് ഇരട്ടി മുടി വളരും. അപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം. എണ്ണി നോക്കാം കേട്ടോ. 1-2 ദിവസം നമ്മൾ എണ്ണി നോക്കിക്കോളും, നമുക്ക് അതിന്റെ മാറ്റം വരുന്നതായിട്ട് അറിയാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് എള്ള് കൊണ്ടുപോവാം കേട്ടോ. എള്ള് കൊണ്ടുപോവാം. നെല്ലിക്ക ചതച്ചത്, ഉണക്ക നെല്ലിക്ക ചതച്ചത് എടുക്കാം. അതൊക്കെ നമ്മൾ തേക്കുന്ന എണ്ണയിൽ ഇട്ട് വെക്കാം.
എന്നിട്ട് അത് നമുക്ക് തേക്കാം കേട്ടോ. അപ്പോൾ ഈ ചൂടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ തലയ്ക്ക് നല്ല കൂളിംഗ് ആയിരിക്കും, രാത്രി നല്ല ഉറക്കം കിട്ടും. അപ്പോൾ ഈ ആയുർവേദ പാക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കം വരും കേട്ടോ, ബ്രെയിന് വരെ നല്ലതാണത്. അപ്പോൾ പിന്നെ വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് പറ്റുന്ന ഇതുപോലെയുള്ള ഇലകളായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുറമേ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിലുള്ളവർ ഇതുപോലെ ആയുർവേദ ചെടികൾ ഉപയോഗിക്കുക, ആയുർവേദ പൊടികൾ ഉപയോഗിക്കുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. മറ്റേ ആഴ്ചയിൽ എങ്ങനെയായാലും നിങ്ങൾ 1-2 പ്രാവശ്യം ഉലുവ ഉപയോഗിക്കുക, അതുപോലെ 2 പ്രാവശ്യം കറ്റാർവാഴ കേട്ടോ, അലോവര അത് ഉപയോഗിക്കുക. ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജെല്ലായിട്ട് എടുക്കുക, അല്ലെങ്കിൽ വെറുതെ എടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനുള്ള മാറ്റമൊക്കെ വരും. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ അപ്പോൾ ഏറ്റവും നല്ലത് ഉലുവ, കറ്റാർവാഴ ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെയൊക്കെ ചെയ്ത് നമ്മൾ എങ്ങനെയാണോ മുടി സൂക്ഷിക്കേണ്ടത് അതുപോലെ നമ്മൾ മുടിയെ സ്നേഹിക്കുക, സൂക്ഷിക്കുക, സന്തോഷമായിട്ടിരിക്കുക, വിഷമിക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുക, ഹെയർ ചലഞ്ചായിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു ഹെയർ ചലഞ്ചായിട്ട് എടുക്കൂ. എന്നോട് 30 ദിവസത്തെ വേണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ 30 ദിവസം വേണ്ട, ഒരാഴ്ച നിങ്ങൾ എടുത്താൽ മതി. ഒരാഴ്ച എടുക്കുമ്പോൾ ഒരു ദിവസം ജെല്ല് തേക്കുക. വീട്ടിൽ നിൽക്കുന്നവർ കേട്ടോ, ഹോസ്റ്റലിൽ നിൽക്കുന്നവർ ആ രീതിയിൽ എടുക്കാം. ഉലുവ വെള്ളമായിട്ടും ഉലുവ ജെല്ലായിട്ടും പിന്നെ നെല്ലിക്കപ്പൊടിയായിട്ടൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം എണ്ണ തൊട്ട് വിടുത്താം. നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് തൊട്ട് വിടും. അപ്പോൾ ഈ 30 ദിവസമൊന്നും വേണ്ട, ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റം വരും. തീർച്ചയായിട്ടും മാറ്റം വരുന്നത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ട കരുതലുകൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, 1, 2, 3 ഒക്കെ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഹോസ്റ്റലിലാണ്, അതുകൊണ്ട് മുടി അഴുക്ക് കളയാൻ എനിക്ക് ഷാമ്പു വേണം അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. നെല്ലിക്കപ്പൊടി പേസ്റ്റ് ആക്കിയിട്ട് തേച്ചോളൂ, നിങ്ങളുടെ അഴുക്ക് മുഴുവനും പോകും തലയിൽ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ജെല്ലും കാര്യങ്ങളൊക്കെ ചെയ്തു, ആയുർവേദ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തു, കൂട്ടത്തിൽ നമ്മൾ ഈ ഷാമ്പു മുടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാൻ വൈകും കേട്ടോ. കിട്ടിയ റിസൾട്ട് ഇത്തരത്തിൽ പോകും, കാരണം നാച്ചുറലായിട്ടുള്ള ഓയിൽ നഷ്ടപ്പെടും, ഡ്രൈനസ് ഉണ്ടാവും, ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ 2 നിർത്താം കേട്ടോ. നിങ്ങൾക്ക് മുടി നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാൻ പറ്റും ഇതുപോലെയുള്ള നെല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം, എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരാഴ്ച നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്താൽ മതി. ഈ ഒരാഴ്ചയിൽ ഓരോ ദിവസം ഞാൻ എന്ത് തേക്കണം എന്ന് ഒരാഴ്ച നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത്, അപ്പൊ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തേക്കാം. ജെല്ലായിട്ട് ഓയിലായിട്ട് ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ തേക്കാം കേട്ടോ. പക്ഷേ മുടി വെടുത്തണം, മുടി പിന്നിടണം. ഈ ചലഞ്ചിൽ നിങ്ങൾ ഇത് കൂടി ഒരു ചലഞ്ചായിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ എടുത്തു കഴിയുമ്പോൾ ഒരാഴ്ച കൊണ്ട് 1-ാം ദിവസം നിങ്ങൾക്ക് എത്ര മുടി പോയി, 2-ാം ദിവസം എത്ര മുടി പോയി, അതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ എടുത്ത് എഴുതി വയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എന്താണ്, നമ്മൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആവുക ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാവും, ശരിയാണ് ഞാൻ ഈ പറയുന്നത് ശരിയാണ്, എനിക്ക് മാറ്റമുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒരു വിശ്വാസം വരും കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക, അതിന് യാതൊരു തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവരുത് കേട്ടോ, ബുദ്ധിമുട്ടൊന്നും കാണിക്കരുത്. അപ്പൊ നിങ്ങൾ ഒരാഴ്ച ഹെയർ ചലഞ്ചായിട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ, വളരെയധികം സന്തോഷത്തിലിരിക്കുക, ദുഃഖിക്കരുത്. മുടി കൊഴിച്ചിൽ ഒരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.